Eva and Esmia. Hello guys, welcome to our channel Eva and Esmia. ഞങ്ങൾ ഇന്ന് ഒരു ടോയ് ഞങ്ങൾ പുതിയത് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് കാണിക്കുന്നത്. നമുക്ക് നോക്കാം അതെന്താന്നുള്ളത്. ഓക്കെ ഓക്കെ. ഹായ്, ഇതാണ് ഞങ്ങൾ പുതിയ വാങ്ങിയ ടോയ്. ഇതെന്നിട്ടാന്നറിയോ, ഇവര് കാണിച്ചത് നമുക്ക് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന. എന്നിട്ട് ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആയിട്ട് ഒട്ടിച്ച് വെക്കാൻ പറ്റും, ബാഡ്ജ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, പെയിന്റിങ് കിറ്റ്, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് എഴുതി വെച്ചത്. നമുക്ക് തുറന്ന് നോക്കാം എന്താന്നുള്ളത്. ഓക്കെ, നമുക്ക് തുറന്ന് നോക്കാം. അപ്പൊ ഇത് കണ്ട കൊറേ മോൾഡുകൾ ഉണ്ട്. കണ്ട, ഇത് പ്രിൻസസ്, ഡിസ്നി വേൾഡ്, ബട്ടർഫ്ലൈ, കാറ്റ്, ലവ്, ഹോഴ്സ്. യൂണിക്കോൺ ആണ്. ഇതും യൂണിക്കോൺ ആണ്. ലവ്, അങ്ങനെ കൊറേ മോൾഡുകൾ ഉണ്ട്. പിന്നെ നമുക്ക് എന്തിട്ടാക്കിയാന്ന് നോക്കി നോക്കട്ടെ. ഈ മോൾഡുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കളറ് ചേർത്തിട്ട് ഇങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന് യൂസ് ചെയ്യേണ്ടത് ഇത് കണ്ട, ഇതിൽ ഗിൽറ്റൊക്കെ ഇടാനുള്ള സാധനം ഉണ്ട്. ഇത് പെയിന്റ് അടിക്കുന്ന സാധനം, ഇത് ഗിൽറ്റ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. മാഗ്നറ്റ്, ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ കണ്ടോ അവിടെ ഇരിക്കണത്. ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഇടണം. പപ്പ മാത്രം ചെയ്യാം. ഇതിൽ ഇത് ചെയ്യണത് 6 ഇയർ ആയിട്ടുണ്ടെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അപ്പ ഇത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് കുറച്ചിട്ടിട്ട് നോക്കാട്ടാ. അപ്പൊ നമുക്ക് ഇതിന് ഇളക്കാം. ഇത് വേഗം സെറ്റിലാകുന്നുണ്ട്. നമുക്ക് ഏതൊക്കെ പടങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് കാണിച്ചേ. ഇവിടെ കൊണ്ട് വിൽക്ക് വേഗം. കൊട്ടാരം അതല്ല ഞാൻ പറഞ്ഞ. നമുക്ക് ഡിസ്നിയും നമുക്ക് ഈ ലവും ഉണ്ടാക്കാം. ക്രൗൺ. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് ഈ യൂണിക്കോൺ ഉണ്ടാക്കാം. ഓക്കെ, ഇത്തിരി കൂടി ബാക്കിയുണ്ട്. ആ ലവ് ഉണ്ടാക്കിയാലും നമുക്ക് ലവ് ഉണ്ടാക്കാം. നമ്മള് 3 ഉണ്ടാക്കിട്ടാ. നമുക്ക് ഇതിൽ എല്ലാം ഉണ്ടാക്കണം. പ്രിൻസസിന് ഉണ്ടാക്കണം. നമുക്ക് യൂണിക്കോണിന്റെ വലുതുണ്ടല്ലേ, യൂണിക്കോണിന്റെ വലുത് ഉണ്ടാക്കണം. നമ്മള് 3 ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ആ മാഗ്നറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രിഡ്ജുമ്പോൾ നമുക്ക് ഇത് ഒട്ടിക്കാൻ പറ്റും. ഇത് ഉറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എടുക്കും. ഇത് ആദ്യം ഉണങ്ങണം. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പെയിന്റ് അടിച്ചിട്ട് സൂപ്പർ ആക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമുക്ക് അറിയില്ല ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നമുക്ക് റെഡി ആവുക എന്നുള്ളത് നോക്കാം. ഓക്കെ, ഹായ്. അപ്പൊ നമ്മളുടെ ഇത് ഉറച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുമ്മ മാഗ്നറ്റ് വെച്ച് കൊടുക്കണം. പിന്നെ ഇതുമ്മ പിന്നും വെച്ച് കൊടുക്കാം, ലവ്. ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇത് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ അത് ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കി നോക്കാം ഓക്കെ ആയിട്ടോന്ന്. ഓക്കെ, തുറന്നു നോക്കാം. ശരിക്ക് കിട്ടിയാൽ മതി.
അപ്പൊ ഞങ്ങളിത് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഭംഗിയിൽ വന്നിട്ടാ നോക്കിയേ, കണ്ടാ ഇതിന്റെ ബാക്കിൽ നമ്മൾ മാഗ്നറ്റ് വെച്ചിട്ട് കണ്ടാ. ഇത് നമുക്ക് ഇനി പെയിന്റ് അടിക്കാണ്ടിട്ടാ, കഴിഞ്ഞിട്ടില്ല. ബാഡ്ജ് കാണിച്ചു അവിടെ വെക്കി. കണ്ടാ ഇത് ലവിന്റെ ഷേപ്പിലുള്ള സാധനം. ഇത് നമുക്ക് ബാഡ്ജാണ് നമ്മൾ ചെയ്തത്. ഇത് ഒരു കൊട്ടാരം. അപ്പൊ ഇതിന്റെ ബാക്കിൽ നമ്മൾ മാഗ്നറ്റ് ആണ് ചെയ്തത്. ഇതൊക്കെ നമുക്ക് ഇനി പെയിന്റ് അടിക്കണം. ഓക്കെ, പെയിന്റ് അടിക്കാം നമുക്ക്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പെയിന്റുകള്. അപ്പൊ നമുക്ക് ഇതേപോലെ പെയിന്റ് അടിക്കാം. നമ്മളിപ്പോ ആദ്യം പെയിന്റ് അടിക്കാൻ പോണത് കൊട്ടാരം. ഓക്കെ, അത് നമുക്ക് കൊട്ടാരം പെയിന്റ് അടിച്ച് നോക്കാം. ഇതില് കളറോട് തന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് അടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം യെല്ലോ കളർ അടിക്കാം. ഓക്കെ, സൂക്ഷിച്ചടിക്കണം കേട്ടോ. ഇതിന്റെ സ്റ്റെപ്പ് ഇപ്പൊ നമ്മൾ കളർ അടിച്ചു. കണ്ട യെല്ലോ കളർ അടിച്ചാണ്. കണ്ട ഓക്കെ, ഞാൻ മൊസടിച്ചേ നല്ല കുത്തി. പില്ലറും അടിക്കാം. അപ്പൊ ഞങ്ങളുടെ പെയിന്റ് അടിച്ച് കഴിഞ്ഞു. കണ്ട, ഞങ്ങൾ പെയിന്റ് അടിച്ചത് യൂണിക്കോൺ, ഇത് കൊട്ടാരം, മീക്കുട്ടിയുടെ കയ്യിലിരിക്കുന്നത് ലവ്, ക്രൗൺ, ലാൻഡ്. അടിപൊളി ആയിണ്ടാ? വിട് ആ വെക്കാം. കണ്ട, ഇത് സൂപ്പർ ആയിട്ടില്ലേ ഞങ്ങളുടെ? ഇനി നമുക്കിത് ഫ്രിഡ്ജ് മുട്ടിച്ച് നോക്കാം. പിന്നെ ഇത് ബാഡ്ജാണ്. ഇത് ബാഡ്ജ് കണ്ട, നമുക്ക് ബാഡ്ജ് കുത്തി നോക്കാം. ഓക്കെ, ഇതൊന്നും ഉണങ്ങട്ടെ, കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാട്ടാ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് മേക്കാവും. ഏതാ ഏറ്റവും ഭംഗിയാണ്? നല്ല ഭംഗിയുണ്ട്. മീയ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമായി ഏതാ? അതെയാ, ഉണങ്ങിണ്ടാവും. നമുക്ക് ബാഡ്ജ് കുത്തി നോക്കാം ആദ്യം. ആദ്യം ആർക്കാ കുത്തുന്നത്? ഇതാദ്യം നമുക്ക് ചേച്ചിക്ക് വേണം, മീ കുട്ടിക്ക് വേണോ? നമുക്ക് 1 2 3 ഉണ്ടാവും. 1 2 3 4 5 6 7 8 9 10. മീയ കുട്ടി കുത്തി കഴിഞ്ഞിട്ട് ചേച്ചിക്ക് കുത്തി എടുക്കും. ഓക്കെ, ബൈ. ഭംഗിയുണ്ട കാണാനായിട്ട്? കണ്ട, ഞങ്ങൾ ഉണ്ടാക്കിയ ബാഡ്ജ് കണ്ട, സൂപ്പർ. ഓക്കെ, ഇനി നമുക്ക് ചേച്ചിക്ക് കുത്തി എടുക്കാം. അത് നമുക്ക് 3 പേർ കൂടിയിട്ട് പോയിട്ട് ഫ്രിഡ്ജ് മുട്ടിച്ചു വയ്ക്കാം. ബൈ. വാ വാ വാ. ആ ഓക്കെ, ചേച്ചിക്ക് കുത്തി നോക്കട്ടെ. ഓക്കെ, 2 ലവ് കണ്ടാ? ചേച്ചിക്ക് കുത്തി ഇപ്പൊ നല്ല ഭംഗിയുണ്ടല്ലോ. ചേച്ചി വൈറ്റ് ഡ്രസ്സും റെഡ് കളർ, എന്താ ഭംഗി. മീക്കുട്ടി റെഡ് ഡ്രസ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് മീക്കുട്ടിയുടെ ഡ്രസ്സ് കാണണ്ടിരുന്നില്ല. ചേച്ചിയുടെ ഡ്രസ്സ് കുത്തിയപ്പോ നന്നായിട്ട് സെയിം ചേച്ചിയുടെ ഇവിടെ ഒരു ലവ് ഉണ്ട്, ഇവിടെ ഒരു ലവ് ഉണ്ട്. സൂപ്പർ. അപ്പൊ നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജ് പൊട്ടിക്കാം. നടുവിലൊട്ടി കഴിഞ്ഞോ? വീഴില്ല. ഇനി മീൻ വേണ്ടിട്ട് ഒട്ടിക്കട്ടെ. സൂപ്പറായ. അപ്പൊ ഞങ്ങളുടെ ഫ്രിഡ്ജ് മാഗ്നറ്റും ബാഡ്ജൊക്കെ ഇഷ്ടായ നിങ്ങൾക്ക്? അപ്പൊ ഞങ്ങൾ ഇനിയും കൊറേ ഉണ്ടിട്ട് ഇതിലിനി ഞങ്ങൾ അടുത്തത് ഉണ്ടാക്കാൻ പോണത് സിൻഡർലാൻഡ് ഉണ്ടാക്കും, കാറ്റിന് ഉണ്ടാക്കും, ബട്ടർഫ്ലൈന് ഉണ്ടാക്കും, യൂണിക്കോൺ, ക്രൗൺ എല്ലാവരും ഉണ്ടാക്കും ഞങ്ങൾ. മിറർ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനല് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.